നമ്മൾ ഈ എക്കണോമിയിൽ എന്നോട് പലരും ചോദിക്കും, പാസ്റ്ററെ പെട്രോൾ എന്തോ കിട്ടും വണ്ടിക്ക്, മൈലേജ് എന്തോ ഉണ്ട്, എങ്ങനെ? ഞാൻ നോക്കാറില്ല. കാരണം എൻ്റെ കർത്താവ് അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നോക്കും. പണ്ട് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ നോക്കി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവം തരുന്നു, അടിക്കുന്നു, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ നന്ദിയോടെ സ്തുതി. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിടും. നീ ഈ എക്കണോമിയുടെ കീഴിലല്ല, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലാണ്, ദൈവരാജ്യത്തിൻ്റെ കീഴിലാണ്. എന്തെല്ലാം ക്ഷാമങ്ങൾ വന്നാലും എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നാലും ദൈവമക്കളെ, അതുകൊണ്ട് ആ വചനം പറയുന്ന ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുക, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുക, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഏത് സാഹചര്യങ്ങളാണെങ്കിലും കരം പിടിച്ച് മാനിച്ച് അത്ഭുതത്തോടെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. ഉണ്ടായിക്കൊണ്ടിരുക. ഭൂമിയിൽ നാൾ വരെ കളത്തിലെ മാവ് എണ്ണ കുറഞ്ഞു പോയില്ല. അത് അടുത്ത ശ്രദ്ധിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്തു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ. ഇതുണ്ട്, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ ചെയ്തു. അങ്ങനെ വെള്ളം, അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി. ഏറിയ നാൾ മാൽമുഖത്ത് വരുന്ന ഭവനമോ കേട്ടോ, നിന്ദിച്ച ഭവനമോ, തകർന്ന ഭവനമോ, നിരാശപ്പെട്ട ഭവനമോ, ഒരു വേറെ ലേബൽ അറിയപ്പെടേണ്ട ഭവനമോ, ഒരു വിധവയും മകനും ആത്മഹത്യ ചെയ്ത ഭവനമെന്ന് പറയേണ്ട ഭവനമാണ്. അങ്ങനെ അവളും അവൾ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല. അതിന്റെ റിസൾട്ട് ഇവിടെ പറയാം ദൈവം കേട്ടോ. പ്രവാചകന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാം, അഭിഷിക്തന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അവർക്ക് വേണേ പറയാം വാലാകും തലയാകും താഴ്ചയില്ല ഉയർച്ച എന്നോട് സഹോദരി പറഞ്ഞ, അവർക്ക് ഇതേ പറയാനുള്ളൂ, വാലല്ല തലയാകും താഴ്ചയല്ല ഉയർച്ച. കുഞ്ഞെ എന്തോ പറയണം, നീ നശിച്ചു പോകണമെന്ന് പറയണം, നീ തകർന്നു പോകണമെന്ന് പറയണം, നീ പരാജയമാണെന്ന് പറയണം. പക്ഷെ ആ പറഞ്ഞ കുടുംബം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പരാജയത്തിലേക്ക് പോയി. പക്ഷെ അത് കൈകൊട്ടി വിശ്വാസത്തോടെ ഏറ്റെടുത്ത പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഇവിടെ റിസൾട്ട് കണ്ടോ? അവൾ അങ്ങനെ ചെയ്തു. യഹോവയുടെ അരുളപ്പാട്, ഏലിയാവ് അരുളപ്പാട് പറഞ്ഞതുപോലെ തന്നെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. വചനപ്രകാരം കാലത്തിലെ മാവ് തീർന്നു, ഭരണിയിലെ എണ്ണ കുറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ പറഞ്ഞു വെച്ചു പോകും, പറഞ്ഞത് സംഭവിക്കുകയാണ്. റിസൾട്ട് വെളിപ്പെടുത്തിട്ട് പോകണം. പ്രവചന ശബ്ദം അതാണ്, എന്തെങ്കിലും ഊഹാപോഹങ്ങളല്ല. അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും, വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ വിടുവിക്കപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവമഹത്വം വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവമഹത്വം വെളിപ്പെടും. ദൈവകൃപ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവകൃപ വെളിപ്പെടും. സൗഖ്യമാവും. 3 വർഷം കിടന്ന ബെഡ്രിഡൻ കിടപ്പ് രോഗി അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ എഴുന്നേറ്റ് ഞങ്ങളുടെ ചർച്ചിൽ വരും, മേളിലാണ് സ്റ്റെയർ, ഫസ്റ്റ് ഫ്ലോറിലാണ്. അമ്മാമ്മയും വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് നടന്ന മാതാവ് അവിടെ വരുന്നു. ക്യാൻസർ രോഗിയോട് എല്ലാവരും സജസ്റ്റ് ചെയ്തു RCC പോകണം. ഞാനും പറഞ്ഞു 2 പ്രാവശ്യം പോയാൽ മതി. 2 പ്രാവശ്യം പോയി കീമോ എടുക്കാനൊക്കെ എന്തോ. ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ടെസ്റ്റ്, 2ാമത്തെ പ്രാവശ്യം അവിടുത്തെ ഒരു തമിഴൻ ഡോക്ടറായിരുന്നു. അമ്മ പോക്കോ, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ചില കാര്യങ്ങൾ, അതുകൊണ്ട് യേശു പറഞ്ഞ എല്ലാ വിധവമാരുടെ ഏലിയാവിനെ അയച്ചില്ല. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി കുഞ്ഞെ ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, എന്നാൽ ഇവരൊക്കെ പിന്നെ എല്ലാവരെയും ഒന്ന് സൗഖ്യമാക്കി നടക്കത്തില്ല കുഞ്ഞെ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിന്റെ ഹിതമുണ്ട്. വിശ്വസിക്കാൻ തയ്യാറായാൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, ദൈവമേ നീയാണ് എൻ്റെ സോഴ്സ് എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നുമുണ്ട്. ചോദ്യം ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല. അതുകൊണ്ടല്ലേ കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട്. അവരും കേട്ടവരാ, സദ്വർത്താനം കേട്ടവരാ. പക്ഷേ ഇതല്ലേ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ പോകുന്നതും ഇവിടെ ചെയ്യുന്ന വെള്ളം കൊണ്ടുവരുന്നതും അപ്പം ഉണ്ടായിക്കൊണ്ടുവരുന്നതും അനുസരിക്കുന്നതല്ല, ദൈവം കമാൻഡ് ചെയ്തുകൊണ്ട്. അതാണ് അന്ന് ഏലിയാവിനെ അയച്ചത്. ധാരാളം വിധവമാരുണ്ടായിരുന്നു അവിടെ. പക്ഷെ സാപത്തിലെ വിധവെടുക്കലേക്കല്ലാതെ കുഞ്ഞെ വിശ്വസിക്കാൻ നീ തയ്യാറാണ്. ഏത് അവസ്ഥയെ നീ കടന്നാൽ, ഏത് സൈഡ് നീ കടന്നാൽ, അതിനെ തേടി വരുന്ന ദൈവത്തിന്റെ സ്നേഹം, എന്നെ കരുതുന്ന ദൈവത്തിന്റെ സ്നേഹം. പ്രാർത്ഥിക്കാൻ പോകും. ഈ അനുഭവങ്ങളുടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുസരിക്കാൻ നീ തയ്യാറാകോ? അടഞ്ഞ വാതിലുകൾ നിന്റെ മുമ്പിൽ ഒരു പക്ഷേ ഇനിയൊരു വാതിൽ ഞാൻ കാണുന്നില്ലെന്ന് പറയുന്ന അനുഭവത്തിലായിരിക്കാം നീ. അയ്യോ കരുതോട് പറ്റിയല്ലോ, അയ്യോ ഞാൻ വിചാരിച്ചത് പറ്റത്തില്ലെന്ന്, അയ്യോ ഞാൻ ചിന്തിച്ച് ജോലി പോകത്തില്ലെന്ന്, അയ്യോ ഞാൻ ചിന്തിച്ച് പെൻഷന് പ്രശ്നം വരത്തില്ലെന്ന്. അമ്മേൻ, അയ്യോ പെട്ടെന്ന് ആ വ്യക്തി എൻ്റെ പങ്കാളി പോകുന്ന ഞാൻ ചിന്തിച്ചില്ല. കരുതുന്ന ദൈവത്തിൻ്റെ കരം, ഒരു സരാപത്ത് നിനക്ക് വേണ്ടി. ഓ താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഒരു സരാപത്ത് നിനക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് വേണ്ടി. എത്രയോ കണ്ണുനീരോടെ കാണുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ തലോടൽ നിന്റെ മേൽ ഭാരപ്പെടണ്ട.
വേറൊരു ഭവനത്തിലല്ല. നീ തകർന്ന, നീ നിലവിളിച്ച, നീ കരഞ്ഞ, അയ്യോ കർത്താവേ എന്ന് ചോദിച്ച അവിടെ, ആ ഭവനത്തിൽ തന്നെ, ആ സാഹചര്യത്തിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക. ദൈവത്തിന്റെ മകൻ ഇനി കാണാം, ഇനി കാണാം, ഇനി കാണാം. ദൈവസ്ഥാനത്ത് ഇറങ്ങുന്നു. ഓ ഹല്ലേലൂയ. വാതിലുകൾ തുറക്കുകയാണ്. നീ അനുസരിക്കാൻ മാത്രം തയ്യാറായാൽ മതി. നീ അനുസരിക്കാൻ മാത്രം തയ്യാറായാൽ മതി. നീ മരിക്കാൻ പോകുന്ന പറഞ്ഞ അപ്പം ഉണ്ടല്ലോ, നീയും കുഞ്ഞും കഴിച്ചിട്ട് മരിക്കാൻ പോകുന്ന പറഞ്ഞ ആ അപ്പം ഉണ്ടല്ലോ, ആ കലമുണ്ടല്ലോ, ആ ഭരണി ഉണ്ടല്ലോ, അവിടെ നീ അതിൽ നിന്ന്, ആ തകർച്ചയുടെ നടുവിൽ നീ അവനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. നീ ആ കണ്ണുനീരിന്റെ നടുവിൽ അവനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. നീ ആ നിലവിളിയുടെ നടുവിൽ അവനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. അതിനകത്തൂടെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ സങ്കടത്തിന് നടുവിൽ, ആ ദുഃഖത്തിന് നടുവിൽ, ആ ഭാരത്തിന് നടുവിൽ, ആ നെടുവീർപ്പിന് നല്ലത് അവന് കൊടുത്താട്ടെ. ഏറ്റവും നല്ലത് ആ നല്ലൊരു ആരാധന അവന് കൊടുത്താട്ടെ. നല്ലൊരു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാട്ടെ. പ്രതീക്ഷയുടെ ഒരു വാക്ക് പറ. അതേ കർത്താവേ നിനക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞാട്ടെ. അതിന് നടുവിൽ വിളിച്ചു പറ. കണ്ണുനീരോടാണെങ്കിലും പറ, അപ്പാ നിനക്ക് കഴിയുമപ്പോ, നിനക്കെല്ലാം കഴിയും. അവിടെ ദൈവം തുടങ്ങാൻ പോകും. ആ ഭരണി വേറെ ഭരണിയല്ല, ആ ശൂന്യമായ ഭരണി. അല്പം എണ്ണ മാത്രം ഉണ്ടായിരുന്ന, അല്പം വീഞ്ഞ്, അല്പം എണ്ണ ഉണ്ടായിരുന്ന, അല്പം മാവുണ്ടായിരുന്ന കലം 3 മാസം കുടുംബങ്ങളും ബന്ധുക്കളും ചർച്ചക്കാരും സുഭിക്ഷതയാണ്. തള്ളി പറഞ്ഞവരും നിന്ദിച്ചവരും, കുഞ്ഞേ നിന്നെ എവിടൊക്കെ നിന്നവരൊക്കെ നിന്റെ മുമ്പിൽ വരാൻ പോവാ. നീ വായ്പ വാങ്ങത്തില്ല, കൊടുപ്പാൻ. അവരുടെ ഭവനം, അവിടെ ഒരു ഭവനം ഒരു വലിയ ഹല്ലേലൂയ, ഒരു സമ്പന്നമായ ഭവനമായി മാറി, അനുഗ്രഹമായി മാറി. പലരും ചോദിച്ച് അതിൻ്റെ രഹസ്യമെന്തോ? അതിൻ്റെ രഹസ്യമൊന്നും ഒന്നുമല്ല. ഒരു പ്രവാചകനെ മാനിച്ചു. അതിൻ്റെ രഹസ്യമെന്താണ്? ഏറ്റവും അവർക്ക് ശ്രേഷ്ഠകരമായിരുന്നത്, അവർക്ക് ഏറ്റവും വിലയേറിയതായിരുന്നത്, അവൾ പ്രവാചകന് കൊടുത്തോ. ഇടയിൽ ഏറ്റവും അവൾക്ക് അവൾ ഏറ്റവും വലിയൊരുതായിട്ട് കണ്ടത് അവർ ദൈവത്തിന് കൊടുത്തു, ദൈവത്തെ മാനിച്ചു. ആദ്യത്തെ അപ്പവും ഇടയും കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ചു. മാറ്റം വന്നു. എലിയ അവിടെ പ്രാർത്ഥിച്ചോ? എലിയ അവിടെ പ്രാർത്ഥിച്ചില്ല. അവിടെ വേറെ ഒന്നും ചെയ്തില്ല. എലിയാവിന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സന്ദേശം നീ കേട്ടുകൊള്ളുക. അവിടെ വേറെ ഒന്നും പറയാനില്ല. ആ മനുഷ്യന് വേറെ ഒന്നും പറയാനില്ല. ഈ സന്ദേശം കേട്ടുകൊള്ളുക. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ജീവിതമേ, കർത്താവിന് വേണ്ടി അവൻ പൂർണ്ണമായി സമർപ്പിച്ച ജീവിതമേ, കർത്താവിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചുള്ള ജീവിതമേ നിന്നോടുള്ള സന്ദേശമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാണ്. നിന്റെ കലത്തിലെ മാവ്, നിന്റെ എണ്ണ കുറഞ്ഞു പോകത്തില്ല. അടുത്ത താഴെ എഴുതിയിരിക്കുന്ന വളരെ പ്രയോജനം. എലിയാവ് പറഞ്ഞ പോലെ തന്നെ, പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ പോവുക. വിശ്വാസത്തോടെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഈ 2026 കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് പറയുക, ദൈവം നിന്നെ മാനിക്കാൻ പോവാ, നിന്നെ ഉയർത്താൻ പോവാ. നിന്റെ തലമുറയെ ദൈവം മാനിക്കാൻ പോവാ. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവിന് വേണ്ടി. അല്ല എന്തിനാ നയമാന്റെ കാര്യം അവിടെ പറഞ്ഞത്? ആമേൻ. അന്ന് സ്ത്രീയക്കാരനായ നയമാനല്ലാതെ ആരും ആദ്യം മുട്ടമുട്ടുന്ന ന്യായം, എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നടക്കുന്നതിനോട് ബാല്യക്കാരൻ പറഞ്ഞു, ആമേൻ യജമാനൻ നിന്നോട് ഇതിലും വലുത് വേറെ ഒന്നും ദൈവം പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞത് അവന്റെ രക്തത്താൽ ഒന്ന് കഴുകപ്പെടണമെന്നല്ലേ പറഞ്ഞേ? നിന്റെ പാപജീവിതം മടങ്ങി വരാനല്ലേ പറഞ്ഞേ? നിന്നോട് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ യേശുവിനെ സ്വന്തം കർത്താവിന്റെ സ്വീകരിക്കാനല്ലേ പറഞ്ഞേ? നിന്നോട് അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന സ്നാനത്തിന് നീ പങ്കാളിയാകാനല്ലേ നിന്നോട് പറഞ്ഞു? നീ എന്തിനാ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം നന്ദിയോട് അദ്ദേഹം വ്യാധിച്ച് പ്രവാചകം വന്ന് ആട്ടി വേറെ ലെവലിൽ എന്നെ സൗഖ്യമാക്കുമെന്ന് ചിന്തിച്ചു. അല്ല, 1ാമത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം ഒന്നും നടന്നില്ല. 7ാം പ്രാവശ്യം താൻ മുങ്ങിപ്പോകുമ്പോൾ തൻ്റെ ശരീരം ഒരു ബാലന്റെ ശരീരം പോലെ. ആമേൻ. കുഞ്ഞെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം എതിർപ്പുകളൊക്കെ പറഞ്ഞെങ്കിൽ, ആദ്യം അപ്പ മുന്തിരിത്തോട്ടത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ പിന്നത്തേതിൽ പോയ പോലെ താൻ അങ്ങനെ അനുസരിക്കാൻ തയ്യാറി. ഈ സന്ദേശം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഈ കർത്താവിനെ സ്നേഹം ഏറ്ററിഞ്ഞിട്ടില്ലെങ്കിൽ, യേശുവിനെ സ്വന്തം കർത്താവിൻ്റെ ഇഷ്ടം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നീ ഇങ്ങനെ പോകാനല്ല, ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെ പോകാനല്ല. നിനക്കൊരു കുടുംബം വേണം, നിനക്ക് കുഞ്ഞുങ്ങൾ വേണം, മാതൃക വേണം. നിനക്ക് ചില ഭാവിയുണ്ട്. നീ ഇങ്ങനെ പോകാനല്ല. ആ പണം, ആ സമ്പന്ന നിന്നെ അധിക നാൾ മുമ്പോട്ട് കൊണ്ടുപോകില്ല. ആ പ്രശസ്തി നിന്നെ അധിക നാൾ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. എന്നാൽ ദൈവം നിനക്കുണ്ടെങ്കിൽ വളർത്തുന്ന ഒരു ദൈവമാകട്ടോ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഉയർത്തുന്ന ഒരു ദൈവമാകട്ടോ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ മാനിക്കുന്ന ഒരു ദൈവമാകട്ടോ. മറന്നുപോകില്ലേ? ഈ സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. ആമേൻ. താൻ കരുതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കരുതോട് പറ്റിയപ്പോൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. ആ
സറാപത്ത് തുറന്നെന്ന് പറഞ്ഞ ദൈവം അവിടെ ചെന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദ്യങ്ങളില്ല. ഏലിയാവ് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, വിധവ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അവിടെയെല്ലാം അനുസരിക്കണം. കർത്താവെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കുന്നു. കർത്താവിന് സ്നേഹവരെ തുടരണേ കർത്താവെ. ശൂന്യതയിൽ നിന്ന് സമ്പന്നതയിലേക്ക്, നിറവിലേക്ക്, പരാജയങ്ങളിൽ നിന്ന് ജയത്തിലേക്ക്, ഇല്ലായ്മയിൽ നിന്ന് നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കുഞ്ഞുങ്ങളെ നടത്തണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിറവിനാലും കൃപയാലും ദൈവം നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എനിക്കത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്വർഗത്തിലെ ദൈവം ധാരാളം അനുഗ്രഹിക്കേണ്ട ടുഡേ മീഡിയ നിങ്ങൾ വാച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെങ്ങന്നൂരിലുള്ള കൂട്ടായ്മയിൽ വെള്ളിയും ഞായറും നടക്കുന്ന കൂട്ടായ്മകളിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. മാസം നടക്കുന്ന ക്രൂസൈഡുകൾക്കായി പല സ്ഥലങ്ങളിലായിട്ട് 2024 ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.